അവിടെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കട്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് 68 സെക്കൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കും. ഒരു തുണി കടയിൽ പോകുന്നു, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള തുണിയെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ബില്ലിടാൻ കൊടുത്തിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. അമ്മയോടെ ഇവിടെ ഇരിക്കാതെ വേറൊരു കടയിൽ പോയി ഇരുന്നാൽ നമുക്ക് ഈ സാധനം കിട്ടുമോ? ലീവാകുന്ന സമയത്ത് നമ്മളില്ല, അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള 68 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇത് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, വലിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. വലിയ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള തിങ്സിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗോള്, കരിയർ, ഫൈനാൻസ്, ജോബ്, റിലേഷൻഷിപ്പ് എല്ലാറ്റിനും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയിരുന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ടൈമാണ് ചെയ്യുന്നതെന്ന് നോക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി നേരം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഡൗട്ട്, പേടിയൊക്കെ വരും. ഇത് നടക്കുമോ ഇല്ലേ, ഇത് വർക്കാവോ എന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കട്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് 68 സെക്കൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ഇത് വെരി എഫക്റ്റീവാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ 68 സെക്കൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനിടയിൽ ഡൗട്ടും പേടിയും വരാനുള്ള ടൈമില്ല. നമ്മുടെ കറക്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കുകയും നമ്മുടെ ഗോൾ സക്സസ് ആവുകയും ചെയ്യും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു തിങ്സിനെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തുടക്കത്തിലെ ഒരു വലിയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലുള്ള വിശ്വാസം ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം വലിയ കാര്യങ്ങളാവുമ്പോൾ അതിനൊരു പ്രോസസ്സിങ് ടൈമുണ്ട്, അതിന് ക്ഷമ വേണം. ഫസ്റ്റിലെ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഉടനെ നടക്കാത്തത് കൊണ്ട് ഇത് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷനൊക്കെ വെറുതെയാണെന്ന് നമുക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് വലിയ കാര്യങ്ങൾക്ക് ഒരു ടൈം വേണം. നമ്മൾ ഇന്നൊരു മാങ്ങയുടെ വിത്ത് കൊണ്ട് നട്ടിട്ട് നാളെ മാമ്പഴം കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കത് നടക്കില്ല. കാരണം അതിനൊരു പ്രോസസ്സിങ് ടൈമുണ്ട്. ആ വിത്ത് മുളച്ച് മരമായി, പിന്നെ അതിൽ പൂവായി, കായായി, പഴമായി നമുക്കത് കിട്ടാൻ ഒരു ടൈമുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും, ഈ വലിയ കാര്യങ്ങൾക്കെല്ലാം ഒരു ടൈമുണ്ട്. എക്സാമ്പിൾ, നമ്മൾ ഒരു തുണി കടയിൽ പോകുന്നു, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള തുണിയെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ബില്ലിടാൻ കൊടുത്തിട്ട് നമ്മളിവിടെ ഇരിക്കാണ്ട് ക്ഷമയോടെ ഇവിടെ ഇരിക്കാതെ വേറൊരു കടയിൽ പോയി ഇരുന്നാൽ നമുക്ക് ഈ സാധനം കിട്ടുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മാനിഫെസ്റ്റേഷനിൽ സംഭവിക്കുന്നത്. എല്ലാം നമ്മൾ ഓർഡർ കൊടുത്ത് എല്ലാം ചെയ്തിട്ട് നമുക്ക് ആ ക്ഷമയില്ല. അപ്പോൾ നമുക്ക് റിസീവ് ആകുന്ന സമയത്ത് നമ്മളില്ല, അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഇതാണ് മാനിഫെസ്റ്റേഷനിൽ സംഭവിക്കുന്നത്. നമ്മളൊരു ചെറിയ കാര്യത്തിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കതിലൊരു വിശ്വാസം വരും. അപ്പോൾ നമുക്കിത് ഫോളോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു തിങ്സാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എടുക്കാം. വേണമെങ്കിൽ ഒരു റോസ് ഫ്ലവർ എടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് സെലക്ട് ചെയ്യുക. ഡയറി മിൽക്ക് ആണെങ്കിൽ ഡയറി മിൽക്ക്, മഞ്ച്, എന്താ വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം. അത് അല്ലെങ്കിൽ ഐസ്ക്രീം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഫോൺ ചെയ്യുന്നതായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കാം. എന്താണോ വേണ്ടത് അതിനെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശാന്തമായ ഒരു സ്ഥലത്ത് പോയിരിക്കുക. എന്നിട്ട് ദീർഘനിശ്വാസം എടുത്ത് പതിയെ ഉള്ളിലെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. ഒരു 5 ടൈംസ് എങ്കിലും ചെയ്യുക. എന്നിട്ട് ഒരു അലാം സെറ്റ് ചെയ്യണം. ഓൺലി 68 സെക്കൻഡ് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുമ്പ് ഈ അലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കാര്യമാണോ സെലക്ട് ചെയ്തത് അതിനെ എടുക്കുക. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഡയറി മിൽക്കാണ് എടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റാണ്. സോ അത് ഞാൻ എടുത്തു. എന്നിട്ട് നമ്മൾ കണ്ണുകൾ അടച്ച് ആ ചോക്ലേറ്റിനെ ഒരാൾ തരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ അത് അയാളുടെ കൈകളിൽ നിന്നിങ്ങനെ വാങ്ങുന്നു. എല്ലാം ഫീൽ ചെയ്യുക. നമ്മുടെ കൈകളിൽ ആ ചോക്ലേറ്റ് കിട്ടി, ഡയറി മിൽക്ക് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ അതിൻ്റെ കവറിലേക്ക് ഇങ്ങനെ സ്പർശിക്കുന്നു. വാവ്. എന്നിട്ട് അതിൻ്റെ കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. ചോക്ലേറ്റ് ഇങ്ങനെ കയ്യിലെടുക്കുന്നു. അതിനെ ഞാൻ സ്മെല്ല് ചെയ്യുന്നു. വാവ്. എന്നിട്ട് അതിനെ ടേസ്റ്റ് ചെയ്യുന്നു. എന്താ ടേസ്റ്റ്! വാവ്. സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ജോലി എന്താ? അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ ജോലിയെല്ലാം ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇത് ആ 68 സെക്കൻഡ് അലാം അടിച്ചതും സ്റ്റോപ്പ് ചെയ്യുക. അതിനപ്പുറം നമുക്ക് വേണ്ട. നമ്മുടെ മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞു. ഇതിനപ്പുറം നമ്മൾ ചെയ്യുമ്പോഴാണ് ആവശ്യമില്ലാത്ത ഡൗട്ട്സും ഫിയറും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 68 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 hours അല്ലെങ്കിൽ ഒരു 2 daysനുള്ളിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടിയിരിക്കും. ഇതല്ല നിങ്ങൾ ഒരാളുടെ കോളാണ് ആഗ്രഹിച്ചതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സങ്കല്പിക്കുക, അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നു.
നിങ്ങളിങ്ങനെ പോയി ആ ഫോണിനെ സ്പർശിക്കുന്നു, എടുക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ചെവിയിൽ വയ്ക്കുന്നു, എല്ലാം ഫീൽ ചെയ്യുക. ഇവിടെ ഉണർവാണ് പ്രധാനം. അപ്പോൾ അതിനിങ്ങനെ നിങ്ങളെ ചെവിയോട് ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തി സംസാരിക്കുന്നു. നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെയെല്ലാം ഫീൽ ചെയ്ത് പറയുക. ഇതേ മെത്തേഡ് തന്നെയാണ് എല്ലാറ്റിനും യൂസ് ചെയ്യേണ്ടത്. ഇതേ മെത്തേഡാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അത് വിടുക. ഇനി നമ്മളിത് വലിയ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വലിയ കാര്യങ്ങൾക്കാണെങ്കിൽ, എക്സാമ്പിൾ, നിങ്ങളൊരു ജോബാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളന്ന് ജോബിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുർത്തി എടുത്തിടുന്നു. അതിൻ്റെ കളർ ഞാനിപ്പോൾ മഞ്ഞ ഒരു കളർ സെലക്ട് ചെയ്തു. നിങ്ങളൊരു മഞ്ഞ കളർ കുർത്തി എടുത്തിടുന്നു, അതിന് വേണ്ടി റെഡിയാകുന്നു. എന്നിട്ട് നിങ്ങൾ മാതാപിതാക്കളോട് പോയി യാത്ര പറയുന്നു. നിങ്ങൾ ഓഫീസിലെത്തി, നിങ്ങൾ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നു, എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങളങ്ങനെ നിങ്ങളെ സീറ്റിൽ പോയി ഇരിക്കുന്നു. അങ്ങനെ എല്ലാം നിങ്ങൾ അങ്ങനെ ആ ഉണർവോടെ ആ ഒരു ഇമോഷൻസ് കൊടുത്ത് ഫീൽ ചെയ്ത് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുക. ഉള്ളി 68 സെക്കൻഡ്സ്. വലിയ കാര്യങ്ങൾക്കാലും ചെറിയ കാര്യങ്ങൾക്കാലും ഈ 68 സെക്കൻഡ് വെരി പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ അലാം സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഏതെങ്കിലും റൂമിൽ പോയിട്ട് ചെയ്യുക. വലിയ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ട് നാളെ കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. അതിനൊരു ടൈമുണ്ട്, പ്രോസസ്സിങ് ടൈമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. എന്നാൽ നിങ്ങൾ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ ഇതിനെ ഈ 68 സെക്കൻഡ് അലാം സെറ്റ് ചെയ്യുക. ശാന്തമായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കണ്ണുകളടച്ച് ഈ ഉള്ളി 68 സെക്കൻഡ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുക. ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സിറ്റുവേഷൻസും അതിനുള്ള സാഹചര്യങ്ങളും യൂണിവേഴ്സ് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനെന്താണോ നിങ്ങൾ ചെയ്യേണ്ടത്, ആക്ഷൻ എടുക്കേണ്ടത്, അതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് യൂണിവേഴ്സിൻ്റെ ജോലിയാണ്. അപ്പോൾ നിങ്ങൾ എന്നും രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു ടൈം സെലക്ട് ചെയ്ത്, രാവിലെ രാത്രി അല്ലാണ്ട ടൈമിലും ചെയ്യാം. എന്നാൽ ഇത് കൂടുതൽ എഫക്റ്റീവാണ്. അല്ലാത്ത ടൈം നിങ്ങൾക്കിപ്പം ഉച്ചയ്ക്കൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിലും നിങ്ങളൊന്ന് ശാന്തമായി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഈ പ്രോസസ്സിൽ ചെയ്തിട്ട് അതിനെ എന്നിട്ട് മറക്കുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി റൊട്ടീൻ ചെയ്യുക. അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നടക്കും. ആ സിറ്റുവേഷൻ യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടെത്തിക്കും. പിന്നെ ഇതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുക. അതിനുവേണ്ടി ഇപ്പം നിങ്ങളൊരു ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്താണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതൊക്കെ പ്രിപ്പയർ ചെയ്യുക. വെറുതെ ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ട, കസേരയിൽ ഇങ്ങനെ കാലും എടുത്തിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ആകില്ല. നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കുറച്ചെങ്കിലും അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമല്ലോ, കുറച്ചെങ്കിലും അതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഒരു സൈഡിൽ കൂടെ ഓർക്കുക. എന്നിട്ട് അതിനുള്ള അവസരങ്ങളും അതിനുള്ള നിങ്ങൾക്കുള്ള ഐഡിയാസും അതെല്ലാം യൂണിവേഴ്സ് കൊണ്ടുതരും. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.